നമസ്തേ. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? അതെ, അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും ആ മക്കളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് തിരിച്ചു വന്ന അദ്ദേഹം കാറിൽ കയറിയിട്ടും തന്റെ കണ്ണുകൾ തുടയ്ക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളും കണ്ടിരിക്കും. ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിലെ ചേരി രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ വി.ഡി. സതീശൻ അവർകളെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനുമായിട്ട് താരതമ്യം ചെയ്യുന്നതാണ് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഈ രണ്ട് കാര്യങ്ങളും ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം പോയത് കണ്ണൂരിൽ രാജേഷ് എന്ന് പറയുന്ന യുവാവിന്റെ മരണം നടന്ന വീട്ടിലേക്കാണ്. നമുക്കറിയാം ബെന്നി എന്ന് പറയുന്ന ഒരാളെ രക്ഷിക്കാനായിട്ട് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുക്കുകയും രക്ഷിച്ച ഏറ്റവും പുറകിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യുന്ന സമയത്താണ് രാജേഷിനെ ഈ ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുത്ത് ബെന്നിയെ രക്ഷപ്പെടുത്തിയ രാജേഷിനെ ഒഴുക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇപ്പോ രാജേഷ് എന്ന് പറയുന്ന ആ യുവാവിന്റെ വീടിന്റെ അവസ്ഥയും ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത് ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങായിട്ട് ഈ ഒരു സർക്കാർ നിലകൊള്ളണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട് ഒരുപാട് കടങ്ങളുണ്ട്, മക്കളുടെ കാര്യം നോക്കേണ്ടതുമൊക്കെ, സ്ഥിര വരുമാനമില്ല എന്നൊക്കെ. എന്തായാലും അതെല്ലാം വളരെ അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി കാണുകയും അവർക്കൊരു എന്താണോ സഹായം വേണ്ടത്, ഒരു ജോലിയെങ്കിൽ ജോലി അത് കൊടുക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വരാം. എന്തിനാണ് വി.ഡി. സതീശനെ പിണറായിയുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? നമുക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ അതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ സംസ്കാരമാണ്. സത്യത്തിൽ ഇത് സംസ്കാരമല്ല, സംസ്കാര ശൂന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ശ്രീ പിണറായി വിജയന് മുമ്പ് ഈ കേരളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തോന്നിപ്പോകുന്ന ഒരു കാര്യം. നമ്മൾ ഒരിക്കൽ പോലും ഒരാളെ താരതമ്യം ചെയ്യരുത്. നമ്മൾ മക്കളുടെ കാര്യത്തിൽ പോലും പറയുമല്ലോ, ഒരാളെ വെച്ചിട്ട് താരതമ്യം ചെയ്യരുത്. ഒരാൾ ചെയ്യുന്ന രീതി ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്ന രീതി. നിങ്ങൾ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ സമയത്ത് വിരുന്നുണ്ണാൻ പോയതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ആ നിലപാടിനോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. എന്ന് കരുതി മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്തും എന്റെ കണ്ണിൽ തെറ്റാകണമെന്നുള്ള ഒരു രീതി, അത് എനിക്ക് യോജിക്കാൻ കഴിയാത്തതാണ്. തെറ്റ് എന്ന് തോന്നിയാൽ നമ്മൾക്കത് പറയാം. ശരി തോന്നുമ്പോൾ അതിനെ തെറ്റായി കാണുകയും അരുത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ വളരെ യാന്ത്രികമായിട്ടായിരിക്കും ഈ വീടുകളിലേക്കൊക്കെ കടന്നു ചെന്നിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അനുഭാവപൂർവമുള്ള രീതികളൊന്നും അറിയില്ല. അദ്ദേഹം വന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ ആയിരിക്കും എന്നൊക്കെയാണ് പല ആളുകളും പറയുന്ന കമന്റുകളും കാര്യങ്ങളും ഒക്കെ. ശരിയാണ്, മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം പോവുകയും എടുക്കുകയും ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്ക് ലഭ്യമാണല്ലോ. നമ്മൾ ഇതൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സലിവ് തീരെ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പ്രശ്നം കാണുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് കരയുകയോ ഒക്കെ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്കൊന്നും നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള ഒരു ദുഃഖത്തിലോ വിഷമത്തിലോ ഒന്നും അതായത് അതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് പതിക്കാത്തത് കൊണ്ടല്ല അവർ കരയുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാത്തത്. ഒരുപക്ഷെ അവർ വളർന്നു വന്ന സാഹചര്യം അതായത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഉൾക്കരുത്തുണ്ടാവും ഇതിനെയൊക്കെ അത്യാവശ്യം ഫേസ് ചെയ്യാനായിട്ട്. നമ്മൾ ഓരോ വ്യക്തിയെയും എടുത്തിട്ട് പലപ്പോഴും പറയണേക്കാം, ഞാനായിരുന്നെങ്കിൽ ആ സ്ഥാനത്തെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ, ഞാൻ അങ്ങനെ ചെയ്തേനെ എന്നുള്ളത്. അങ്ങനെ ഒരു ചെയ്ത്തുമില്ലെന്നേ. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന
കാര്യങ്ങളും ഒക്കെയാണ് അയാളെ ഒരു മനുഷ്യനായിട്ട് മാറ്റിയെടുക്കുന്നത്. അത് എങ്ങനെ പരുവപ്പെടണമെന്ന് ഈ സാഹചര്യങ്ങളാണ് സത്യത്തിൽ നിർണ്ണയിക്കുന്നത്. വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഞാൻ മനസ്സിലാക്കിയെടുത്തത് അദ്ദേഹം ഒരു അത്യാവശ്യം ഒരു ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഫീൽ ചെയ്യുകയും ആ ഫീലിങ്സ് എന്താണോ അത് പെട്ടെന്ന് തന്നെ പുറമേക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരല്പം ഭക്ഷണം കഴിച്ചു പോയി എന്ന് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അതുവരെ എനിക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന ആ ഒരു വിയോജിപ്പുണ്ടല്ലോ അത് അന്ന് മാറി. കാരണം അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം ആസ് ഇറ്റ് ഈസ് അദ്ദേഹം ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ നമ്മുടെ സമൂഹത്തിന് മുമ്പിലേക്ക് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ചിലർക്ക് അങ്ങനെയാണ്, ചിലർ പെട്ടെന്ന് അവിടെ പോകുന്നു, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ, TP കേസും രമയുടെ കരച്ചിലും വി എസിന്റെ ആ ഒരു നിൽപ്പും വി എസിന്റെ മുഖത്ത് വി എസിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് സത്യത്തിൽ എഴുതി വെച്ചതുപോലെയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്തത്. പല വീടുകളിലുമൊക്കെ ചെല്ലുമ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ചിലർ പെട്ടെന്ന് പൊട്ടിക്കരയണമെന്നില്ല. ഈ പൊട്ടിക്കരയാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് സത്യത്തിലെ ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത്. കാരണം അവർ ഏതൊരു അവസ്ഥയിലേക്ക് മാറിപ്പോകും എന്നുള്ളത് പോലും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളൊന്ന് കരഞ്ഞാൽ ആ വിഷമം അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് അത് കരഞ്ഞിട്ട് ഒരുവിധം അങ്ങ് ഇല്ലാതെയായി പോകും. അപ്പോ പലരും പരുവപ്പെട്ടു വരുന്നത് പല രീതികളിലായതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റങ്ങൾ അതിനനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ വിലയിരുത്താനാണ് താല്പര്യം. ഇതിങ്ങനെ രണ്ട് തട്ടിലായിട്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ നിന്നുകൊണ്ട് ഈ രണ്ട് മുഖ്യമന്ത്രിമാരെയും തമ്മിൽ എന്താ പറയാ തമ്മിൽ കാണാതെ ആയി പോകുന്ന തരത്തിലുള്ള ഒരു തമ്മിലടി ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ചാർജ് എടുത്തതിന് ശേഷം പിണറായി വിജയനെ പോയി കാണുന്നതുമൊക്കെ അന്നും പല ആഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായി. ഒരു പക്ഷെ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളോട് കൂടിയായിരിക്കും. കാരണം രാഷ്ട്രീയം കളിക്കേണ്ടടുത്ത് രാഷ്ട്രീയം കളിക്കുക തന്നെ വേണം ഒരു രാഷ്ട്രീയക്കാരൻ. അല്ലാതെ അവിടെ നമ്മൾ പറയുന്നത് വളരെ ശാന്തചിത്തനായിട്ട് സൗമ്യനായിട്ട് നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ മാറുന്നതിന് പിന്നിൽ ഒരൊറ്റ കാര്യമുള്ള ഒരു വിഭാഗം മീഡിയയ്ക്ക് ഇപ്പോൾ വി ഡി സതീശന് കൊടുത്തിരുന്ന ഒരു ഹണിമൂൺ പീരീഡ് അവസാനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ പ്രളയം പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ദുരന്തങ്ങളും ഒക്കെ ഈ മഴയെ തുടർന്ന് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ 10 വർഷം ഭരിച്ച ഒരു മുഖ്യമന്ത്രി, അന്ന് ഈ മുഖ്യമന്ത്രിയെ മുഴുവനും പൊങ്കാലയിട്ട ആളുകൾ ഇന്ന് സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മറ്റൊരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത്. അപ്പോ അന്നത്തെ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നമ്മൾ ഒരുമിച്ചിറങ്ങുകയല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം കരയുകയല്ല കേട്ടോ, അന്ന് അദ്ദേഹം ഉറച്ചു ചോദിക്കുകയായിരുന്നു. കേരളം ഇറങ്ങി, കേരളം ഒന്നിച്ചു നിന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോ പിണറായി വിജയനെയും വി ഡി സതീശനെയും വെച്ചുകൊണ്ട് നടത്തുന്ന ഈ താരതമ്യം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്, അതായത് CPM കോൺഗ്രസ് അടിയായിട്ട് മാറുന്നുണ്ട്. ചില മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സതീശൻ ഇനി വി ഡി സതീശൻ അദ്ദേഹം ഇനി എന്ത് ഇവിടെ ചെയ്താലും നമ്മൾ പറയില്ലേ, സ്വർണം കൊണ്ട് നിറച്ചാലും അദ്ദേഹത്തിന് കുറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. 2 മാസമായി ഈ ഒരു സർക്കാർ ചാർജ് എടുത്തിട്ട് പല വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ വീഴ്ചകൾ ഈ 10 വർഷവും ഭരിച്ചിട്ട് വീഴ്ചകൾ ഉണ്ടായത് കൊണ്ടാണല്ലോ മറ്റൊരു മാൻഡേറ്റ് ഈ മുൻ സർക്കാരിന് കൊടുത്തത്, അവരെ പ്രതിപക്ഷത്തിരുത്തിയത്. അപ്പോ ഇതിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെയ്തികളെ മുഴുവനും ഇല്ല അതായിരുന്നു ഭേദം എന്ന് കാണിക്കാൻ ശ്രമം നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ഇത് എല്ലാവരുടെയും മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോ ഇതിനെയെല്ലാം നമ്മൾ ഒന്ന് പൊതുജനം എന്നുള്ള രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മുഴുവനും ശരിയായിട്ട് നമ്മൾ കാണരുത്. ഇന്നിപ്പോ ലാസ്റ്റ് കണ്ടത് കടൽക്ഷോഭം ഉണ്ടായ സ്ഥലത്ത് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തെ എടുത്തുയർത്തിക്കൊണ്ട്
അതിനെതിരെയുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. അവിടെ കാണാതെയായ ഒരു വ്യക്തിയുടെ മകൾ പറയുന്ന വാക്കുകളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഉടനീളം അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഏതൊരു അവസ്ഥയിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞാൻ എന്തായാലും വി ഡി സതീശൻ പക്ഷമല്ല, പിണറായി പക്ഷവുമല്ല. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. രണ്ട് തരം സമീപനങ്ങളാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഈ പെൺകുട്ടി പെൺകുട്ടി പറഞ്ഞതിനെതിരെ ഈ പെൺകുട്ടിക്കെതിരെ പോലും വലിയ മോശമായ കമന്റുകൾ ഇടുന്നതൊക്കെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമീപനമല്ല പൊളിറ്റിക്സിനോട് വേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഈ താരതമ്യം ചെയ്യണ്ട. 5 വർഷത്തെ മാൻഡേറ്റ് എന്തായാലും നമ്മൾ എഴുതി കൈ കൊടുത്തല്ലോ. ഈ ഭരണം വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഇതിന് ശേഷം നമുക്ക് പെരുമാറാമെന്ന്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് ശരിയല്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം. പക്ഷെ എന്ത് ചെയ്താലും വിമർശിക്കും എന്നുള്ള ഒരു രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്സ് രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് നമ്മൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.